ലൈഫിൽ നെക്സ്റ്റ് ഒരു ടേൺ വന്നേക്കുവാണ്. നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ട ടൈമായി. വി ഡിസൈഡഡ് നമുക്ക് ഇവിടെ നിന്ന് പോവാമെന്ന്. ഒരു ഫ്രഷ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പാക്ക് ചെയ്തിട്ട് എല്ലാ പെട്ടികളും ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചു. അങ്ങനെ എൻ്റെ ലിഫ്റ്റിലെ ലാസ്റ്റത്തെ സെൽഫിയാണ്. ഹായ് ഓൾ, വെൽക്കം ടു അനദർ വ്ലോഗ്. കഴിഞ്ഞൊരു മാസമായിട്ട് ആക്ച്വലി ലൈഫ് മൊത്തത്തിലൊരു ഉൾട്ടാ തിരിയുന്ന പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. കാരണം ഒരുപാട് ചേഞ്ചസ് നടക്കുകയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഒരു 3 months ഞങ്ങൾ ദീദിയുടെ അടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പം മുതൽ എനിക്ക് ഏകദേശം ജോബൊക്കെ കിട്ടിയത് ഒരു 5-6 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പം മുതൽ ഒരു കംഫർട്ട് സോണിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം നമുക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നിടത്തേക്ക് ആകെ 10 minutes നടക്കാനുള്ളൂ. എനിക്കും അനുവിനും പിന്നെ എല്ലാം ഇവിടെ ഭയങ്കര ആക്സസിബിൾ ആണ്. നമ്മൾക്ക് പ്ലാൻ ചെയ്തിട്ടല്ല എങ്കിൽ കൂടിയും എനിക്ക് സിറ്റിനെ പറ്റി അധികം അറിയാണ്ട് പോലും നമ്മൾ റാൻഡം ആയിട്ട് ചൂസ് ചെയ്തൊരു അപ്പാർട്ട്മെന്റ് ആണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. 2.5 വർഷമായി നമ്മളിപ്പോൾ ഈ അപ്പാർട്ട്മെന്റിൽ. അപ്പോൾ പക്ഷെ അത് പക്കാ അടിപൊളി പക്കാ സ്പോട്ടിലായിരുന്നു നമുക്ക് കിട്ടിയത്. എല്ലാം നമുക്ക് അടുത്താണ്. റെയിൽവേ സ്റ്റേഷൻ 5 minutes ഉള്ളൂ, ബസ് സ്റ്റാൻഡ് 5 minutes ഉള്ളൂ. പിന്നെ സിറ്റിയിലേക്ക് പോകണമെങ്കിൽ വെറും 10 minutes നടക്കാനുള്ളൂ സിറ്റി സെന്ററിലേക്ക്. അപ്പം ഭയങ്കര കംഫർട്ട് സോൺ സോറിയിട്ട് എനിക്ക് പനിയാണ്. അപ്പോൾ ഭയങ്കര കംഫർട്ട് സോണിൽ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫ് പെട്ടെന്ന് ഒരു ചേഞ്ച് ആവാൻ പോവാണ്. നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ട ടൈമായി. പോകേണ്ട ടൈമൊന്നും ആയിട്ടില്ല, ബട്ട് ലൈഫിൽ നെക്സ്റ്റ് ഒരു ടേൺ വന്നേക്കുവാണ്. അപ്പം വി ഡിസൈഡഡ് നമുക്ക് ഇവിടെ നിന്ന് പോവാമെന്ന്. സോ 2.5 വർഷമായിട്ട് ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ അപ്പാർട്ട്മെന്റ് എല്ലാം മാറും. നമ്മൾ ഈ സിറ്റിയിൽ നിന്നൊക്കെ പോവാണ്. നമ്മളുടെ ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യും. സോ മൊത്തത്തില് ഒരു എന്താ പറയാ, ഞാൻ മൊത്തത്തില് ചേഞ്ച് ആവുകയാണ്. ലൈഫ് ലൈക്ക് ഫ്രഷ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ഫ്രഷ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതിനായിട്ടും ഞാൻ മൂവ് ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ ഒരു ഷോർട്സ് കണ്ടിട്ടുണ്ടാവും. ഞാൻ ലാസ്റ്റ് മാക്കിൽ വർക്ക് ചെയ്യുന്നൊരു ഡേയിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടും എനിക്ക് നല്ലൊരു ജോബ് കിട്ടി, അൽഹംദുലില്ലാ. അപ്പം അത് ഈ സിറ്റിയിലല്ല, വേറെ സിറ്റിയിലാണ്. ഞങ്ങൾ അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് കാണുമ്പോൾ ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഫൈനലി ഒരു അപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റേ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ലാസ്റ്റ് വീക്ക് എനിക്ക് ആ അപ്പാർട്ട്മെൻറ്റ് പോയി കാണാനുള്ളൊരു ഡേറ്റ് അവൈലബിലിറ്റി കിട്ടി. അവിടെ പെയിൻറ്റിങ് ഒക്കെ നടക്കാമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ പോയി കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ അപ്പാർട്ട്മെൻറ്റിൽ എനിക്കില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് എനിക്കൊരു ബാൽക്കണി വേണം, അത് അത്യാവശ്യമായിരുന്നു. അപ്പോൾ നമുക്ക് ടോപ്പ് ഫ്ലോറിലാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്, തന്നെ നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു ബാൽക്കണി ഉണ്ട്. പിന്നെ മെയിനായിട്ടും ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ഫീൽ ചെയ്തത് ഞങ്ങളുടെ ഒരു ട്വിൻ ടവർ പോലെ ആയതുകൊണ്ട് ഞങ്ങളുടെ വ്യൂ നേരെ മെയിൻ റോഡിലേക്കും ഓപ്പോസിറ്റ് ഒരു ബിൽഡിങ്ങിലേക്കുമാണ്. അപ്പം മാക്സിമം എനിക്ക് സൺലൈറ്റ് കിട്ടാത്ത പോലെ തോന്നി. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് എല്ലാ വൈറ്റമിൻസ് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് വൈറ്റമിൻ ഡി മിനിമം വേണ്ടതിനേക്കാളും ഭയങ്കര കുറവാണ്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് മെയിൻലി ഇവിടെ നമ്മൾക്ക് വിൻ്റർ ആയതുകൊണ്ട് സൺലൈറ്റ് ഒക്കെ കൊള്ളൽ കുറവാണല്ലോ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് നന്നായിട്ട് സൺലൈറ്റ് കൊള്ളാൻ പറ്റണം. അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം നമ്മൾ പുതിയ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് ഒട്ടും വയ്യ. കറക്റ്റ് മൂവിങ് ഡേറ്റിൻ്റെ ടൈമിൽ നമുക്ക് വയ്യാതായിട്ടാ. അപ്പം ഇപ്പം ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഇതുവരെയും കിടക്കാത്ത ഒരു പ്രത്യേക രീതിയിലാണ് കിടക്കുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കരുന്ന്. മൂവിങ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം സ്പെഷ്യലി മൂവിങ് ഡേറ്റ് ഇവിടുന്ന് മാറേണ്ടതും അവിടെ കയറേണ്ടതും സെയിം ഡേ ആയതുകൊണ്ട് തന്നെ എക്സാക്ട്ലി ആ ഡേറ്റിനാണ് ഞങ്ങൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അന്നത്തെ ദിവസം ഞാൻ വർക്കിംഗ് ആണ്. ഓക്കെ, 6 മണി വരെ ഞാൻ വർക്കിംഗ് ആണ്, അനു ഫ്രീ ആണ്. അപ്പം അതിന് മുന്നേ ഉള്ള ദിവസങ്ങളായിട്ട് എനിക്കിതെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചാൽ അന്ന് അനു മൂവ് ചെയ്തോളും. ഇവിടുന്ന് ഡ്രൈവ് ചെയ്യാൻ ഒരു 55 minute ഒക്കെ ഉള്ളൂ. ചിലപ്പോൾ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1.25 മണിക്കൂർ അത്ര ഉണ്ടാവുള്ളൂ. അത്രയുണ്ട്. അപ്പോൾ സാധനങ്ങൾ ഏകദേശം അനു തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 ട്രിപ്പൊക്കെ അനുവിന് അടിക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ ഇന്ന് എൻ്റെ ഈ അപ്പാർട്ട്മെൻറ്റിൽ ലാസ്റ്റ് ഓഫ് ഡേ ആണ്. നാളെ ഞാൻ വർക്കിംഗ് ആണ്, മറ്റന്നാളാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് ഇൻഷാല്ലാ. അപ്പം എല്ലാം പതിയെ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ലെറ്റ്സ് കം, നമുക്ക് ഒരുമിച്ച് പാക്ക് ചെയ്യാം. കുറേ മെമ്മറീസ് ഒക്കെ ഉള്ള അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഓരോന്നും ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ് ഈ കാണുന്ന വാൾ ഹാങ്ങിങ്. സോ അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഊരാൻ പോകുന്നത്. ഇത്ര തന്നെ ഞാൻ ഡ്രസ്സൊക്കെ എനിക്ക് പാക്ക് ചെയ്തപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നില്ല. നമ്മളൊരു ട്രിപ്പ് പോകുന്ന ഫീലാണ് വന്നത്. പക്ഷേ ഇത് ഊരാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ലിറ്ററലി ഞങ്ങൾ മൂവ് ചെയ്യാമെന്ന് എൻ്റെ മനസ്സ് തന്നെ വിശ്വസിച്ച പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
ഈ ഒരു സംഭവം ഞാൻ ആക്ച്വലി പിൻട്രസ്റ്റിൽ കണ്ടിട്ട് നാട്ടിലെ ഒരാളുടെ അടുത്ത് നിന്ന് നാട്ടിലൊരു പേജ് വെച്ചിട്ട് ഞാൻ കസ്റ്റം ചെയ്ത് ഇങ്ങോട്ട് വരുത്തിച്ചതാണ്. ഡിഫറെൻറ്റ് പീസസ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ആക്കി വെക്കാം. ഞാൻ ഇങ്ങനെയാണ് ആക്കിയത്. സോ ഇനി പുതിയതായിട്ട് പോകുന്ന സ്ഥലത്ത് നമുക്ക് ഇതിന് എത്രത്തോളം വെക്കാനുള്ള സ്പേസും ആ ഒരു തീമിനോട് എത്രത്തോളം പോകുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഈ ഒരു സംഭവം, ഈ ഒരു എന്താ ഹൂപ്സ് ഞങ്ങളുടെ ഈ ഒരു വീടിൻ്റെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ഇത് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സെറ്റാക്കിക്കോളും. ആൻഡ് വീക്ക്ലി പ്ലാനർ വല്ലപ്പോഴൊക്കെ ഞാൻ എഴുതാറുള്ളെങ്കിൽ പോലും അങ്ങനൊരു സംഭവമുണ്ട്. പിന്നെ ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഫ്രണ്ട്സ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു കൗച്ചില്ലേ, അതുപോലെ അത്രയും മെമ്മറീസ് ഉള്ള ഒരു കൗച്ചാണ് ഈ കൗച്ച്. കാരണം ഞാൻ, അനു, നെയ്മ, ഷാൻ, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ എല്ലാ മെമ്മറീസും ഈ ഒരു കൗച്ചിൽ നിന്നാണ്. മെയിനായിട്ട് ഞങ്ങൾ ഈ 4 പേരും വീക്ക്ലി വൺസ് എങ്കിലും മീറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ ചുറ്റുവരുന്ന കഥകളൊക്കെ പറഞ്ഞിരുന്നൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്പോട്ടാണ് ആ ഒരു കൗച്ച്. ഏകദേശം ഞങ്ങൾ 2.5 വർഷം ഇപ്പോൾ ഇവിടെ അത് ഉപയോഗിച്ചതിൻ്റെ ഏകദേശം പോയിക്കണം, സ്പ്രിങ്ങൊക്കെ പൊങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ട്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ ഓർത്തത്, ഇതിൽ ഞാൻ അപ്പാർട്ട്മെൻറ്റ് ഹണ്ടിങ്ങിൻ്റെ വീഡിയോനെ പറ്റി പറയുന്നുണ്ട്. അത് ആക്ച്വലി ഞാൻ ഷൂട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൻട്രോയും ഔട്ട്രോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയല്ലോ എന്ന്. ഞങ്ങളൊരു ഏകദേശം ഒരു 10 അപ്പാർട്ട്മെൻറ്റൊക്കെ വ്യൂ ചെയ്തിട്ടാട്ടോ ഇപ്പോഴത്തെ അപ്പാർട്ട്മെൻറ്റ് ഫൈനലൈസ് ചെയ്തത്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം. ഈ സ്ക്വയർ പ്രിൻറ്റ്സ് ആക്ച്വലി ഒരു 2021 ഞാൻ പ്രിൻ്റ് എടുത്താൽ കേട്ടോ. സ്ക്വയർ പ്രിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ 2024 അപ്പോൾ ഏകദേശം 3 വർഷമായി. പക്ഷേ ആ ഫോട്ടോസിനൊന്നും ഒരു ക്ലാരിറ്റിക്ക് ഒരു ഡിഫറൻസ് വന്നിട്ടില്ല കേട്ടോ. കണ്ടോ, അതുപോലെ തന്നെയുണ്ട്. സോ ഡെഫിനറ്റ്ലി ഞാൻ പ്ലാൻ ചെയ്യുന്നത് അവരൊന്നും കൂടി കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങളിവിടെ ഇപ്പം ഇതൊക്കെ ഫുള്ള് നാട്ടിലെ പിക്ചേഴ്സ് ആട്ടോ. അപ്പം UK വന്നിട്ട് ഇഷ്ടംപോലെ ഫോട്ടോസ് ഉണ്ട്. അപ്പം അതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീട്ടിലൊക്കെ ഒട്ടിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഞങ്ങളുടെ ലാസ്റ്റ് സൺസെറ്റ് ആട്ടോ. ഒരുപാട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് ഞാൻ ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. മേഴ്സി റിവറിൻ്റെ സൈഡിലാണ് ഈ ബിൽഡിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് സൺസെറ്റ് കാണാൻ. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യാണ്ടും കൂടി അയക്കാനപ്പം ഞാൻ പ്ലാൻ ചെയ്തത്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മൂവിനൊക്കെ ചെയ്യുന്നത്. പൊതുവെ എല്ലാത്തിനും എൻ്റെ കയ്യിൽ സ്ട്രക്ചേർഡായിട്ടുള്ള എന്താ പറയുക പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഞങ്ങൾക്ക് 3 ദിവസമായിട്ട് 2 ആൾക്കും വയ്യാതായി. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ജസ്റ്റ് എല്ലാം, ഇപ്പോൾ ഡ്രസ്സെല്ലാം ഞാൻ ആദ്യം വിചാരിച്ചത് ഫിൽട്ടർ ചെയ്യാം, എന്നിട്ട് നമുക്ക് ചാരിറ്റി ഷോപ്പിൽ കൊണ്ട് കൊടുക്കാം യൂസ് ചെയ്യാത്തത്. പക്ഷെ അതിനുള്ളൊരു ടൈമോ ആവതോ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഈവൻ മടക്ക പോലും ഇല്ലാതെ ജസ്റ്റ് നേരെ ഒരു ലാർജ് പെട്ടിയിലേക്ക് ഇടാം. ഞാനും ഓൾറെഡി ഇവിടെ പെട്ടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പെട്ടിയിലേക്ക് ഇട്ടിട്ട് എന്തായാലും ഞാൻ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 2 ദിവസം ഞാൻ ഓഫാണ്. അപ്പം ആ ദിവസം ഇരുന്ന് നമ്മൾ തിരിച്ച് അലമാരിലേക്ക് വെക്കുന്ന ടൈമിൽ ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ബാക്കിയുള്ള ചാരിറ്റി ഷോപ്പിൽ കൊടുക്കാൻ വിചാരിക്കും. നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. ഒന്നൊരു ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾ അവിടെ അടുത്തുള്ള ഉമ്മച്ചിക്കൊക്കെ അറിയുന്ന കുറേ പേർക്കൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. കാരണം മിക്ക ഡ്രസ്സുകൾ ചിലതൊന്നും ഞാൻ ഇട്ടിട്ടും കൂടി ഉണ്ടാവില്ല. ചിലത് നമ്മൾക്ക് എനിക്ക് ആ സമയത്ത് ഒരുപാട് കൊളാബൊക്കെ വന്നിട്ട് ജസ്റ്റ് ആ ഷൂട്ടിന് മാത്രമായിട്ട് ഇട്ടിരുന്ന ഡ്രസ്സ് വരെയുണ്ട്. ചിലത് ടാഗ് പോലും കളയാത്തതൊക്കെ ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഞങ്ങൾ പുതിയ വീട്ടിൽ മിസ് ചെയ്യാൻ പോകുന്ന മെയിൻ ഒരു ഏരിയ ഇതായിരിക്കും കേട്ടോ. ബിക്കോസ് ഇതുവരെ ഞാൻ വേറെ അപ്പാർട്ട്മെൻറ്റ്സിൽ ഇതേപോലത്തെ ഒരു ഔട്ട് സിറ്റിംഗ് ഏരിയ ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു 10-20 അപ്പാർട്ട്മെൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. മെയിനായിട്ട് നമുക്ക് സൈക്കിളൊക്കെ വെക്കാം, പിന്നെ നമ്മളുടെ ഷൂസ് എല്ലാം. കാരണം ഈ ഷൂസിനെല്ലാം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ. നമ്മൾ അകത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മെല്ല് ഉണ്ടാവും. ഫസ്റ്റ് ഞാൻ ഇനീഷ്യലി ഉള്ളിലാണ് വെച്ചിരുന്നത്, നിങ്ങൾ ഹോം ടൂറിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇതെല്ലാം ഇങ്ങനെ വെക്കുമ്പം സീനില്ല. പിന്നെ വളരെ മോശമായ അവസ്ഥയിലാണ് കിടക്കുന്നത്, ബട്ട് സ്റ്റിൽ കാണിച്ചത്. ഞങ്ങൾ ഓൾറെഡി പാക്ക് ചെയ്തിട്ട് എല്ലാ പെട്ടികളും ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചു. ഞാനെല്ലാം കണ്ടോ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഈവനിങ് ആയപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ലാസ്റ്റ് മീറ്റാണ് ഈ വീട്ടിലത്തെ. ഞാൻ തുർക്കിയിൽ പോയപ്പം പോമിഗ്രാനറ്റ് ഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടുള്ള ടീ പരീക്ഷിക്കാം കേട്ടോ. നമ്മൾ അലമാര ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണ് അറിയണേ ഞങ്ങളുടെ ഇതിൽ 2 എത്രയുണ്ട് കൈമാറ്റ് 2 കെട്ട് ഡ്രസ്സ് ഉണ്ടെന്ന്. പക്ഷെ അതിൽ ഡുവറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് അവസ്ഥ. ഇപ്പോൾ അനു അവിടെ വാക്യൂം ചെയ്തിട്ട് ചെറുതാക്കിയേക്കണം. എൻ്റെ ഡ്രസ്സൊക്കെ ചീത്തായിട്ടുണ്ടാവും എനിക്കറിയില്ല. ഇത് കോലം കണ്ടിട്ട് ചുക്കി ചുളുങ്ങിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് സൈസ് കൊണ്ടുപോകാൻ എളുപ്പം ഇങ്ങനെ ചെയ്താലാണ്. ദ ലാസ്റ്റ് നൈറ്റ് ഇൻ ദിസ് അപ്പാർട്ട്മെന്റ്. ലാസ്റ്റ് ഡേ ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ഓൾറെഡി വർക്കിങ്ങും ആയിരുന്നു. എനിക്ക് പനി ആയതുകൊണ്ട് തന്നെ ഫുൾ അനു ആട്ടോ ചെയ്തത്. അപ്പോൾ അനു പറഞ്ഞു അനു ഫുള്ളി പാക്ക് ചെയ്ത് വെക്കാം, വീട്ടിൽ പോയിട്ട് ഫുൾ അൺപാക്കിങ് ഞാൻ ചെയ്തോളാം. അപ്പം അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ വർക്ക്. ഈ ഫൈനലി മൂവിൻ ഡേറ്റ് ആട്ടോ ഞങ്ങളുടെ മൂവിൻ ആൻഡ് മൂവ് ഔട്ട് ഡേറ്റ് ആണ്. സോ ഫസ്റ്റ് ട്രിപ്പ്
ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതോടെ ഇറങ്ങിയിട്ട് ബയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ട് ഞാൻ നേരെ അവിടെ നിന്ന് വർക്കിന് പോകും. അനു ഒരു പ്രാവശ്യം കൂടി വരും. ഒരു വാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവര് ഒരു ഈവനിങ് ആകുമ്പോഴാണ് വന്നിട്ട് ബാക്കി വലിയ വലിയ പെട്ടികളൊക്കെ ഉണ്ടോ, ഇത് വലിയ വലിയ പെട്ടികളെല്ലാം എടുത്തിട്ട് അവർ കൊണ്ടുവന്നോളും. പിന്നെ അതിൻ്റെ ടേബിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഫൈനലി നമ്മൾ ബൈ പറയാണ്. ലൈക്ക് 2.5 years ഞങ്ങളിവിടെ എന്താ പറയുക ഹോസ്റ്റ് ചെയ്ത വീടാണ്. ഡെഫിനറ്റ്ലി മിസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ ഫുൾ ലെങ്ത് ഉള്ള ഒരു വാൾ മിറർ. അതവിടെ ഇല്ല. അവിടെ ഉള്ളത് ഒരു വാർഡ്രോബിൻ്റെ ഒരു മിററാണ്. എന്തായാലും നമ്മൾ ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. ചിലതൊക്കെ ഇങ്ങനെയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കണം. പക്ഷെ ഇത് പോവില്ല, കാരണം ഓൾറെഡി ആ ഒരു റാപ്പ് വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാം. അപ്പോൾ പിന്നെ എളുപ്പമുള്ളൂ, പിന്നെയും കൊണ്ട് അഴിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കണ്ടെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഈ ലിഫ്റ്റിലെ ലാസ്റ്റത്തെ സെൽഫിയാണ്. എവിടെ പോകുമ്പോഴും ഞാൻ ഈ ലിഫ്റ്റിൽ നിന്ന് ഒരു പിക്ക് എടുക്കുമായിരുന്നു അല്ലേ. ദിസ് ഇസ് മൈ ലാസ്റ്റ് വൺ. സത്യം പറഞ്ഞാൽ എൻ്റെ ബ്രെയിൻ ഇതുവരെ പ്രോസസ്സ് ചെയ്തിട്ടുള്ളതാണ് ഞാനിനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ 2.5 വർഷം ഇവിടെ നിന്നിട്ട് ആ ഒരു നമ്മൾ ജസ്റ്റ് ഒരു ട്രിപ്പിന് പോകുന്നു, പാക്ക് ചെയ്യുന്ന ട്രിപ്പിന് പോകുന്നു, ആ ഒരു വൈബിലാണ് ഞാൻ പോകുന്നത്. കാറിലെല്ലാം കൂടി കൊണ്ടുവരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ തലേന്ന് തന്നെ ഒരു വാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 3 മണിക്കാണ് വരാൻ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് എക്സ്പെൻസീവ് സാധനങ്ങളെല്ലാം കൊണ്ട് ഞങ്ങൾ മോർണിംഗ് തന്നെ വന്നു. സോ വി ഗോട്ട് കീസ്. നമ്മളിത് ഡയറക്റ്റ്ലി അങ്ങോട്ട് കയറാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് നേരെ ജോബിന് പോകണം. ഞങ്ങൾ ഒരു 15 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ടൈം മാറ്റിയിട്ടുണ്ട്. അപ്പാർട്ട്മെന്റ് തുറക്കുന്നുണ്ട്. ആൻഡ് യെസ് വി ആർ അറ്റ് ഹോം. നമ്മളുടെ കയറി. അപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം എല്ലാം ഉണ്ട്. ബാക്കി നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ ഈ ഒരു വ്ളോഗ് നിർത്താണ്, കാരണം ബാക്കി ഞങ്ങൾ ഈവനിങ് വന്നിട്ട് ഇൻഷാ അല്ലാഹ് പായസം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഫാമിലിനെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതെല്ലാം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാൻ. അതൊരുക്കും ബൈ ടാറ്റാ.